പ്രതീക്ഷയോടുകൂടിയാണ് ഈ ഈ ടിക്കറ്റിലേക്ക് നമ്മൾ പോകുന്നത്. സമ്മാനഘടന തിരുവോണം ബമ്പറിൻ്റെ ഒന്നാം സമ്മാനം 25 കോടി രൂപയാണ്. രണ്ടാം സമ്മാനമായി 1 കോടി വീതം 20 പേർക്ക് നൽകുന്ന, അങ്ങനെ ആകെ 1ഉം 2ഉം സമ്മാനങ്ങളിലൂടെ 45 കോടി രൂപ സമ്മാനം നൽകുന്ന വിധത്തിലുള്ള ഘടനയാണ് ഓണം ബമ്പറിനുള്ളത്. മൂന്നാം സമ്മാനം 50 ലക്ഷം വീതം 20 പേർക്ക്, അതായത് ഓരോ പരമ്പരയിലും 2 സമ്മാനം വീതം വരുന്ന വിധത്തിൽ. നാലാം സമ്മാനം 5 ലക്ഷം വീതം 10 പരമ്പരകൾക്ക്. അഞ്ചാം സമ്മാനം 2 ലക്ഷം വീതം 10 പരമ്പരകൾക്ക്. അങ്ങനെ 125 കോടിയിലധികം രൂപ സമ്മാനം നൽകുന്ന വിധത്തിൽ 500 രൂപയുടെ മുൻ വർഷങ്ങളിലെ അതേ വിലയിലുള്ള ടിക്കറ്റാണ് ഈ വർഷവും ഉള്ളത്. ഓണം ബമ്പറിൻ്റെ നറുക്കെടുപ്പ് സെപ്റ്റംബർ 27-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് നടത്തും. ഈ യോഗത്തിലേക്ക് സ്ഥലം MLAയും യോഗാധ്യക്ഷനുമായ ശ്രീ ആൻ്റണി രാജു അവർകളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ബമ്പറിൻ്റെ ലോഞ്ച് ഉദ്ഘാടനം ചെയ്യാനെത്തിയ പ്രിയങ്കരനായ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ അവർകളെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ എത്തിയിരിക്കുന്ന ലോഞ്ചിലെത്തിയിരിക്കുന്ന വട്ടിയൂർക്കാവ് MLA ശ്രീ VK പ്രശാന്ത് അവർകളെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷൻ ശ്രീ ആൻ്റണി രാജു MLA, ശ്രീ പ്രശാന്ത് MLA, ശ്രീ എബ്രഹാം റെൻ ഡയറക്ടർ ലോട്ടറീസ്, ശ്രീ സുബൈർ ലോട്ടറി ക്ഷേമനിധി ചെയർമാൻ, ലോട്ടറി വകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ ഇവിടെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. പ്രിയമുള്ള പത്രപ്രവർത്തക സുഹൃത്തുക്കളെ, പ്രിയമുള്ളവരെ, കേരള ലോട്ടറിയുടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ബമ്പർ ടിക്കറ്റാണ് നമ്മുടെ തിരുവോണം ബമ്പർ. ഓണം നമുക്ക് എല്ലാവർക്കും വലിയ ആഘോഷമാണ്. അതുപോലെ തന്നെ ഓണം ബമ്പറും വളരെ സന്തോഷം നൽകുന്നതാണ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു കാണും, 40 പേരിലധികം ആൾക്ക് സാധാരണ കിട്ടുന്ന ഒന്നാം സമ്മാനത്തിന് തുല്യമായ തുക കിട്ടുന്നൊരു ബമ്പറാണ്. അല്ലാതെ ഒന്നാം സമ്മാനം 25 കോടി മാത്രമല്ല, 20 പേർക്ക് ഓരോ കോടി വെച്ചാണ്, മറ്റൊരു 20 പേർക്ക് 50 ലക്ഷം വെച്ചാണ്. വലിയൊരു സമ്മാന ഘടനയാണ്. വലിയ അംഗീകാരം പൊതുവിൽ നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് ലോട്ടറി സംവിധാനത്തിന് കിട്ടുന്നുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന, ഏറ്റവും സുതാര്യമായ, സർക്കാരിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ നടത്തുന്ന ലോട്ടറിയാണ് കേരള ലോട്ടറി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 1 ലക്ഷത്തോളം ആളുകൾ ജീവിക്കുന്ന ഒരു വലിയ വരുമാന മാർഗ്ഗമാണ് ലോട്ടറി എന്നുള്ളതാണ്. ലോട്ടറി സിസ്റ്റം വളരെ ശക്തിപ്പെട്ടു പോകുമ്പോൾ ഈ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നവർക്കും അത് ബിസിനസ് നടത്തുന്നവർക്കും അതോടൊപ്പം തന്നെ നമ്മുടെ കാരുണ്യ പോലെയുള്ള പദ്ധതികൾക്ക് പണം എത്തിച്ചു കൊടുക്കുന്നതിനൊക്കെ വലിയൊരു സമ്പ്രദായമാണ് ലോട്ടറി. അപ്പോൾ ഏറ്റവും നന്നായിട്ട് ഈ വർഷത്തെ ലോട്ടറി വിജയിക്കട്ടെ. എല്ലാവരും ഈ ലോട്ടറി എടുക്കണം. എല്ലാവർക്കും ലോട്ടറി കിട്ടണമെന്നുള്ള ആശംസയാണ് മന്ത്രി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. പക്ഷേ നറുക്കെടുക്കുമ്പോൾ ലോട്ടറി ആകുമ്പോൾ കുറച്ചാൾക്ക് കിട്ടുക, പക്ഷേ എല്ലാവർക്കും അതിന് സാധ്യതയുണ്ട്. ആ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് എല്ലാവർക്കും ആശംസ നേരുന്നു. ഈ ലോട്ടറി വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്കും എല്ലാ വിജയം ആശംസിക്കുന്നു. മുഴുവൻ ആളുകളുടെയും ഒരു കാര്യത്തിന് ഇപ്പോൾ അതിൻ്റെ ഒരു പ്രയോറിറ്റി നമുക്ക് കിട്ടണം. ആ പ്രയോറിറ്റി കിട്ടണം. അല്ലാതുള്ള കാര്യങ്ങൾ പറയുന്നതിനൊരു കുഴപ്പമില്ല. പക്ഷേ വേറൊരു ദിവസങ്ങളിൽ പത്രസമ്മേളനം വിളിക്കുന്നതിനും കുഴപ്പമില്ല. ഇത് സാധാരണ നമ്മുടെ ചേംബറിൽ നിന്നിട്ട് പത്രസമ്മേളനമൊന്നുമില്ല, ജസ്റ്റ് ഒരു റിലീസ് ചെയ്യുകയാണ് സാധാരണ നമ്മളെല്ലാം ചെയ്യുന്നത്, ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടൊരു പത്രസമ്മേളനം പോലെ അല്ല വിളിക്കുന്നത്. അന്നേരം നിങ്ങൾ തന്നെ അവിടെ നിന്നാൽ ഇത്രയും ക്യാമറയും കൊണ്ടെല്ലാം കയറി ഓഫീസിലോ ചേംബറിലോ ചെയ്യുന്നതിന് ബുദ്ധിമുട്ട് പറഞ്ഞതുകൊണ്ടാണ് പറഞ്ഞത്. മറ്റ് രാഷ്ട്രീയ കാര്യങ്ങൾ പറയുന്നതിന് ഒരു ബുദ്ധിമുട്ട് നമുക്കില്ല, നിങ്ങൾക്കറിയാമല്ലോ. പക്ഷേ ഇതിൻ്റെ ഒരു പ്രാധാന്യം നിങ്ങൾ കാണണം. മാത്രമല്ല ഇതൊരു ഒഫീഷ്യൽ എന്ന നിലയിലാണ് സാധാരണ ഇത് ഇങ്ങനെ ലോഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ നിന്നുകൊണ്ട് ചെയ്യുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം സാധാരണ നിയമസഭാ ചേംബറിൽ അങ്ങനെ സമ്മതിക്കുന്നതല്ല, എന്നാൽ പോലും സ്പെഷ്യൽ കേസ് എടുത്തിട്ട് നമ്മളൊരിക്കൽ അവിടെ വെച്ചൊന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് പോയി, വേറെ അത്ര ഇതൊന്നുമില്ല അങ്ങനെ. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രയോറിറ്റി പോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ അല്ല അതിന് പോട്ടെ, നമുക്കല്ലാതെ പറയുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഇപ്പോൾ ഈ ഒരു ഫംഗ്ഷനകത്ത് വെച്ചിട്ട് ഇവരെല്ലാം കൂടെ ഉള്ള സ്ഥലത്ത് വേണ്ട വെച്ചിട്ടാണ് ലോട്ടറി ഉദ്യോഗസ്ഥന്മാരും മറ്റും എല്ലാം കൊണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞല്ല, അതൊരു ബുദ്ധിമുട്ടില്ല. പറയേണ്ടതിന് എനിക്ക് സന്തോഷമുണ്ട്. അടുത്ത ദിവസം പറയാം, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ് പറയാം. ശ്രീ KN ബാലഗോപാൽ, സ്ഥലം MLA, വകുപ്പ് ഡയറക്ടർ ശ്രീ എബ്രഹാം റെൻ, മറ്റ് ലോട്ടറി ഓഫീസിലെ വരുന്ന ജീവനക്കാർ, മാധ്യമപ്രവർത്തകരെ, സംസ്ഥാന ഭാഗ്യക്കുകളിലെ ഏറ്റവും ലോട്ടറി ഏജന്റുമാരും വിൽപ്പനക്കാരും ഭാഗ്യകാംക്ഷികളും എല്ലാം ഉറ്റുനോക്കുന്ന ഒരു ലോട്ടറിയാണ് ഓണ ബമ്പർ. 25 കോടി രൂപയാണ് ഇതിൻ്റെ ഒന്നാം സമ്മാനം. 500 രൂപയാണ് ഇതിൻ്റെ ടിക്കറ്റിൻ്റെ മുഖവില. മറ്റ് രാജ്യങ്ങളിലൊക്കെ ഈ പറഞ്ഞ പോലെ വലിയ ബമ്പർ ടിക്കറ്റുകൾ വിൽക്കുമ്പോൾ കേവലം ഒരു ടിക്കറ്റിന് ഏതാണ്ട് 15,000 രൂപ മുകളിൽ വില വരുമ്പോഴാണ് ഈ 25 കോടിയൊക്കെ നൽകുന്നത്. കേരള സംസ്ഥാന ഭാഗ്യക്കുറി സംബന്ധിച്ചിടത്തോളം
500 രൂപ മുഖവിലയ്ക്കാണ് ടിക്കറ്റിൻ്റെ വിലയും 25 കോടിയും നൽകുന്നത്. കൂടാതെ ഏതാണ്ട് 12 കോടി 50 ലക്ഷം രൂപയോളം ഇതിൻ്റെ ഏജൻസി കമ്മീഷനായി പാവപ്പെട്ട ലോട്ടറി തൊഴിലാളികൾക്ക് കിട്ടുമെന്നുള്ളതാണ്. വിൽപ്പന കമ്മീഷൻ കൂടാതെ ഏജൻസി ബോണസായി. അതുകൊണ്ട് ഏജന്റുമാരും തൊഴിലാളികളും എല്ലാം ഈ ടിക്കറ്റുകൾ വിൽക്കുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ എല്ലാം സജ്ജമായി അവർ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോട് കൂടി കടകളെല്ലാം അലങ്കരിച്ച് ഓണത്തിന് വരവേൽക്കുന്നതോടൊപ്പം തന്നെ ഈ ലോട്ടറി വരവേൽക്കുന്ന തയ്യാറെടുപ്പിലാണ് ലോട്ടറി ഏജന്റുമാരും തൊഴിലാളികളും വിൽപ്പനക്കാരുമെല്ലാം. അതുകൊണ്ട് തീർച്ചയായും കഴിഞ്ഞ പ്രാവശ്യം 75 ലക്ഷം ടിക്കറ്റുകളാണ് കേരളത്തിൽ വിറ്റഴിഞ്ഞത്. അതിൽ കൂടുതൽ വിൽക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും. ടിക്കറ്റുകൾ ചോദിച്ചു വാങ്ങുന്ന ഒരു ടിക്കറ്റ് കൂടിയാണ് ഓണം ബമ്പർ. തീർച്ചയായും അതിൽ കൂടുതൽ ടിക്കറ്റ് കേരളത്തിൽ ഇത്തവണ വിൽക്കും എന്ന വിശ്വാസത്തിലാണ് ഏജന്റുമാരെല്ലാവരും. ഈ ടിക്കറ്റിന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. കൂടി ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.